ഉപ്പമാരെ നിങ്ങള് പഠിക്കണമടോ. വിവാഹം കഴിച്ചു വിട്ട പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. നിന്നെ പോലെ നിന്റെ മരുമകന്റെ വീട്ടിൽ പണമുണ്ടാകണമെന്നില്ല, നിങ്ങളെ പോലെ സൗകര്യമുണ്ടാകണമെന്നില്ല. അവൻ ചിലപ്പോൾ പാവപ്പെട്ടവനാകാം, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ കഴിയുന്നവനാകാം. നിന്റെ വീട്ടിലെ രാജാവിനെ പോലെ ജീവിച്ച നിന്റെ പൊന്നുമോള് ഭർത്താവിന്റെ വീട്ടിൽ അതുപോലെ ജീവിക്കണമെന്നില്ല. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ കാണും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും. നിന്നെ കാണുമ്പോ നിന്റെ മകളെ ഒരുപാട് സങ്കടം പറയും. വാപ്പാ നീ എന്തേ ചെയ്യേണ്ടതെന്നറിയുമോ? നിന്റെ കാലും നിബിതങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചിരുന്നു. കരളിന്റെ കഷ്ടമാണ് നിബിതങ്ങളുടെ. ആ പൊന്നാര മകളായ ഫാത്തിമയാണ് കൈ പൊട്ടിയ കൈ കാണിച്ചു കൊടുക്കുന്നത്. പടച്ചവനെ, ഉമ്മയില്ലാത്ത മകളാണല്ലോ, ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു പോയ മകളാണ്. ആ പൊന്നുമോള് വാപ്പയോട് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ തന്റെ പൊന്നാര മകള് പൊട്ടിയ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞപ്പോ എല്ലാം വാരി കെട്ടിക്കും പോകാന്ന് പറഞ്ഞ ആ രാത്രി വിളിച്ചോണ്ട് വന്നില്ല നബി തങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാം വാരി കെട്ടിക്കോ, ഇന്ന് തന്നെ പോകാം, ഇനി ഈ വീട്ടിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നില്ല. ഉമ്മമാര് പഠിക്കേണ്ടത് ഇതാണ്. എടോ, ഇന്ന് കുടുംബ ജീവിതം തകർന്ന തരിപ്പണമായി. ഇന്ന് വിവാഹ ജീവിതം ഇന്ന് തലാഖ് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മക്കൾ യതീമാകുന്ന പ്രശ്നമില്ല.